അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ വലിയൊരു കാര്യത്തിൽ ചെറിയൊരു ബോധമൊക്കെ വെച്ച് തുടങ്ങി. ഇനിയെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ വലിയൊരു തീരുമാനമാകുമെന്ന്. കാരണം സമയം ഇപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് +1 ഇമ്പ്രൂവ്മെൻറ്റ് ചാപ്റ്റേഴ്സാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ എഴുതിയെടുക്കണം. ആകെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് 3 സബ്ജക്റ്റാണ്. ഞാനതിൽ 3 ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ മനോഹര സത്യം മനസ്സിലാക്കി. കെമിസ്ട്രി, ബയോളജി, മാത്സിലായിട്ട് എനിക്ക് 35+ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. എന്തായാലും നമുക്ക് പഠിച്ചു തുടങ്ങണം. ഇനി പഠിക്കാൻ നമുക്ക് 1 വീക്കാണ് ടൈമുള്ളത്. സോ ഇന്ന് നമുക്ക് സുവോളജി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ലിവിങ് വേൾഡാണ് എടുത്തത്. കാരണം തുടക്കത്തിലെ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ എടുക്കാമെന്ന് വെച്ചു. ഈ ഒരു വെക്കേഷൻ ടൈം എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം ഈ ഒരു വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 12 ദിവസത്തോളം വരുന്ന ഒരു വെക്കേഷൻ ആയിരുന്നല്ലോ. ഇനി അത് നടക്കാത്തതിൻ്റെ കാരണം എന്തെങ്കിലും ഈവൻറ്റ്സ് ഓർ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ ഗേൾസിനെ കടാക്ഷിക്കുന്ന പീരിയഡ്സ് കറക്റ്റ് തന്നെ വെക്കേഷൻ ടൈമിൽ തന്നെ അനുഗ്രഹിച്ചു കിട്ടും. സോ ഒരു ബാക്ക് ടു ട്രാക്ക് ആവശ്യമായതുകൊണ്ട് ഇനിയുള്ള ദിവസം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് തീർക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ നോട്ട്സ് എഴുതുന്നതിനൊപ്പം തന്നെ ഇത് പഠിച്ചും പോകുന്നുണ്ടായിരുന്നേ. ഞാൻ സൈലം ക്ലാസ് കൂടിയിട്ടാണ് ബയോളജിയൊക്കെ പഠിക്കാറ്. ഞാൻ പൊതുവേ എല്ലാം തന്നെ സൈലത്തിൻ്റെയാണ് കൂടാറ്. എങ്കിലും സൈലത്തിലെ സുവോളജി പഠിപ്പിക്കുന്ന മനോജ് സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിൻ്റെ ക്ലാസ് കേട്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. അതുപോലെ തന്നെ സാർ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാവാറുമുണ്ട്. പിന്നെ സൈലത്തിൻ്റെ ക്ലാസ് പൊതുവേ അടിപൊളിയാണല്ലോ. ബയോളജിയിൽ ചെറിയ ചാപ്റ്റേഴ്സിലൊന്നാണ് ലിവിങ് വേൾഡ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെക്കേഷൻ ടൈമിൽ വായിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗറാണ് ഞാൻ വായിക്കാനെടുത്തത്. പിന്നെ അത് വായിച്ച് കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നു.